ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി അഹമ്മദ് മുജ്തബയും നിതിൻ സേവ്യറും ചേരുന്നുണ്ട്. ആദ്യം മുജ്തബയിലേക്കാണ്. മുജ്തബ, കൊച്ചി കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കൊച്ചി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വിമതശല്യം മുന്നണികളെ വലിയ തരത്തിൽ തന്നെ അലട്ടുന്നൊരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. മുജ്തബ ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്? അവിടെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? 6:30 ആയിരിക്കുന്നു സമയം. തിടുക്കമുള്ള ആളുകളൊക്കെ രാവിലെ തന്നെ വന്ന് നിരയിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് സാധാരണ. അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങളുണ്ടോ കൊച്ചിയിൽ? അമൃത, ഗുഡ് മോർണിംഗ്. അമൃത സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ അങ്ങനെ കാണാറുണ്ട്. വളരെ നേരത്തെ തന്നെ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ നിര ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് പുറകിലുള്ള ഈ തമ്മനത്തുള്ള പള്ളി ഹാളിൻ്റെ പള്ളി ഹാൾ പോളിംഗ് സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. 3 ബൂത്തുകളുണ്ട് ഇവിടെ. പക്ഷേ വോട്ട് ചെയ്യാനുള്ള വലിയ നിര ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളിവിടെ വരുന്നത് തന്നെ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള MLA, അതോടൊപ്പം തന്നെ മറ്റു ജനപ്രതിനിധികളൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു ബൂത്ത് കൂടിയാണ് ഇതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ കൂടി വോട്ടും ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് അവരോട് തേടേണ്ടതുണ്ട്. ആ നിലക്കാണ് നമ്മൾ എത്തിയത്. പക്ഷേ വളരെ കുറച്ച് പേരാണ് ഈ സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ അമൃത സൂചിപ്പിച്ച മറ്റൊരു കാര്യം, കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കുറേയധികം പ്രത്യേകമായി തന്നെ UDF-ലും LDF-ലും ഒക്കെ വിവിധ സ്ഥാനാർത്ഥികൾ അവർ കോർപ്പറേഷനിൽ 2 വിഭാഗത്തിനും, CPM-നും അല്ലെങ്കിൽ LDF-നും അതോടൊപ്പം തന്നെ UDF-നും വിമതർ എന്നുള്ള രൂപത്തിൽ കണക്കാക്കേണ്ടി വന്ന വലിയ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ആ രൂപത്തിൽ അത് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. തുടക്കത്തിൽ കുറേയധികം അനുനയശ്രമങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം കഴിഞ്ഞ് അന്തിമഘട്ട തെരഞ്ഞെടുപ്പ് ചിത്രം വരുന്ന സമയത്ത് തന്നെ ആ രൂപത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് വലിയ സ്ഥാനാർത്ഥി പ്രശ്നങ്ങളിലേക്കൊക്കെ പോയ ചില കാര്യങ്ങളുണ്ട്. ചിലരെ പുറത്താക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷത്തെ ഈ LDF-ന്റെ ഭരണം, അതിൽ നിന്ന് UDF-ലേക്ക് വരും എന്നുള്ള വലിയ പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നുണ്ട്. വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഈ സ്ഥാനാർത്ഥി ഇപ്പോഴുള്ള ബ്രഹ്മപുരത്തെ അവിടെ സന്ദർശനം നടത്തുകയും അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങളിലെ ചില കാര്യങ്ങൾ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും. കൊച്ചിയുടെ നടുക്കം എന്നുള്ള രൂപത്തിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ വലിയ തീപിടുത്തമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. ആ രൂപത്തിൽ മേയർ അവിടെ പോവുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു തലേ ദിവസം UDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ഒക്കെ ചെയ്ത ചിത്രം നമുക്കറിയാം. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള വലിയ ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ പോലും UDF-ഉം LDF-ഉം പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച്. എന്തായാലും പ്രമുഖരായ പല വ്യക്തികൾ, പ്രത്യേകിച്ച് P. രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ കളമശ്ശേരിയിലും അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ, ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ മാമംഗലത്തെ സ്കൂളിലും ഉമാ തോമസ് MLA നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തമ്മനത്തെ സ്കൂളിലും വോട്ട് ചെയ്യുകയാണ്. എന്തായാലും ആ നിലയ്ക്ക് നോക്കുമ്പോൾ കുറെ കൂടി ശ്രദ്ധ ജില്ലാ കളക്ടർ പ്രിയങ്ക പറഞ്ഞത് 147 പ്രത്യേകമായ വെബ്കാസ്റ്റിംഗ് ഉള്ള പ്രശ്നബാധിത ബൂത്തുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബൂത്ത് എന്നുള്ള നിലയ്ക്കൊക്കെ അതിനെ കാണേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിൽ പ്രത്യേകമായ അധിക സുരക്ഷ ഈ കോർപ്പറേഷനിൽ തന്നെ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത. ശരി മുജ്തബ. നിതിൻ സേവ്യർ കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, ഏത് മേഖലയിലാണുള്ളത്? ഏത് പോളിംഗ് സ്റ്റേഷനിലാണുള്ളത്? അവിടെ മോക്ഡ്രിൽ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായോ? ഗുഡ് മോർണിംഗ് അമൃത. ഞാനിപ്പോൾ ഉള്ളത് കലൂർ സ്കൂളിലാണ്. കലൂർ സ്കൂളിലൂടെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിക്കും. ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണിക്ക് തന്നെ ഈ പോളിംഗ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തോതിലൊരു തിരക്കൊന്നും ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ആളുകളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. 6:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ജോലിക്കാരും മറ്റുമൊക്കെ രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്ത് ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ 2 ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാമെന്ന് തോന്നുന്നു. രാവിലെ വോട്ട് ചെയ്യാമെന്നാണെന്ന് തോന്നുന്നു. അത് രാവിലെ വോട്ട് ചെയ്യാവുന്നതാണോ? 7 മണിക്കാണ്. അപ്പൊ ഇത്ര നേരത്തെ പള്ളി കഴിഞ്ഞ് നേരെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വോട്ട് ചെയ്യാനിരിക്കുകയാണ്. പള്ളിയിലെ കഴിഞ്ഞിട്ട് വന്നതാണ്. തിരിച്ച് വീട്ടിൽ പോയിട്ട് വരാനായിട്ട് താമസം എടുക്കും. പള്ളി കഴിഞ്ഞ് വോട്ട് ചെയ്യാനേ വന്നിരിക്കുന്ന 2 ആളുകളാണ്. അപ്പോൾ അവർ രാവിലെ തന്നെ സ്കൂളിലിങ്ങനെ വന്ന് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ എറണാകുളം ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2025 ഈ തെരഞ്ഞെടുപ്പിൽ 72 പോളിംഗ് സ്റ്റേഷനുകളാണ് പ്രശ്നബാധിതമായിട്ടുള്ളത്. അപ്പോൾ അതിന് മാത്രം വലിയ തോതിലുള്ള അറേഞ്ച്മെന്റുകൾ അല്ലെങ്കിൽ
അപ്പോൾ ഒരു പ്രക്രിയകൾ നടപടിക്രമങ്ങൾ എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ഈ വോട്ട് ചെയ്യാൻ വരുന്നവരെ പോളിംഗ് സ്റ്റേഷനിൽ വെബ്കാസ്റ്റിംഗ് 72 വെബ്കാസ്റ്റിംഗും 147 ഇടങ്ങളിൽ വീഡിയോഗ്രഫിയും ഒക്കെ നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം കളക്ടർ പറഞ്ഞിരുന്നത്. ഏതായാലും അവസാനവട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കുന്നുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമൃത, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നിതിൻ സേവ്യറും മുഹമ്മദ് മുജ്തബയും നൽകിയത്.